ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. നമ്മൾ മുൻപ് കോഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. ഇതിൻ്റെ റൺ ടൈം ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രിൻറ്റ് എ ഡോട്ട് റൺ ടൈം ടൈപ്പ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൺ ടൈം ടൈപ്പ് ആണ് ഇൻഡ്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ചില പ്രോഗ്രാമിലൊന്നും നമുക്കിത് അറിയാൻ പറ്റത്തില്ല, ഇത് എന്ത് ഔട്ട്പുട്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു പിടിപാടുണ്ടാവില്ല. ചിലപ്പോൾ ഇൻ കേസ് ഇത് സെർവറിൽ നിന്നായിരിക്കും വരാം ഡാറ്റ, അല്ല ഇനിയിപ്പോൾ അത് സെർവറിൽ നിന്ന് വന്ന ഡാറ്റ ചിലപ്പോൾ വേറെ രീതിക്ക് ഇപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും വരാം. അപ്പോൾ അങ്ങനത്തെ സിനാരിയോസിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് എന്ത് ഡാറ്റ ടൈപ്പാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ റൺ ടൈം ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഒരു റൺ ടൈം ടൈപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന റൺ ടൈം ടൈപ്പ് അല്ല, നമ്മൾ ഓൾറെഡി മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. അതായത് ഈസ്, അതുപോലെ തന്നെ ഇത് ഈസിൻ്റെ തന്നെ ഇൻവേർട്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ട്രിങ് വേരിയബിൾ, ഇപ്പോൾ സ്ട്രിങ് അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടി കൺഫ്യൂസ്ഡ് ആക്കി തരാം. ഓക്കെ, സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ, ഇപ്പോൾ സ്ട്രിങ് നിങ്ങൾക്കറിയാം വാറിൻ്റെ ഇഷ്യൂ നമുക്ക് എന്ത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇൻ കേസ് 10 കൊടുക്കണമെങ്കിൽ 10 കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്ട്രിങ് കൊടുക്കണമെങ്കിൽ സ്ട്രിങ് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേരിന് കൊടുക്കാം, സാം കൊടുക്കാം. സോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നെയിം ഈസ് ഈക്വൽ ടു സാം. ഞാനൊരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് ഒരു ഇഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇഫിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇഫ് നെയിം ഈസ് സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇഷ്യൂ ഉണ്ടല്ലോ, എന്താണ്? ചെക്ക് ഓപ്പറേറ്റേഴ്സ് ഓൾവേസ് ട്രൂ, റിമൂവ് ടൈപ്പ് ചെക്ക്. കുഴപ്പമില്ല, ചിലപ്പോൾ ബോഡി ഇല്ലാത്തതുകൊണ്ട് പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ പ്രിന്റ് ഹായ്, പിന്നെ നമ്മുടെ നെയിം. ഓക്കെ, അപ്പം ഞാനിവിടെ പ്രോഗ്രാമിങ് ചെയ്തു. അപ്പോൾ റൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ വന്നു. അപ്പോൾ ഹായ് സാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. അത് ഈ ഒരു മൊഡ്യൂൾ ഓഫ് കോഡ് വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയിം എന്തായിരിക്കണം? സ്ട്രിങ് ആയിരിക്കണം. ഈ സിനാരിയോയിൽ ഞാനിപ്പോൾ ഇത് ഒരു 10 ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 10 കൊടുക്കും വേണ്ട, ആ ലൈൻ ഓഫ് കോഡ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇത് സ്ട്രിങ് അല്ല. ഓക്കെ, അതൊരു ഇൻറ്റീജർ ടൈപ്പ് വേരിയബിളാണ്. ഇപ്പോൾ സ്ട്രിങ് ആയിട്ട് നമ്മൾ ഇതിവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? ഇവിടെ നമുക്ക് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂസ് കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലും നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നെയിം ഈസ് സ്ട്രിങ്, ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ട്രൂ വരും. ഓക്കെ, കണ്ടില്ലേ? അതായത് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിങ് ആണ്. ഇവിടെ തന്നെ നമ്മൾ ഇൻറ്റ് കൊടുത്ത്, ഓക്കെ, പിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോൾസ് ആയിരിക്കും. കണ്ട, ഇതാണ് ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണ് എന്ത്? അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഫാൾസ് ചെക്ക്. അതുപോലെ അതായത് ഒബ്ജക്റ്റിനെ നമുക്ക് നോക്കാം. അതായത് ഈസിന്റെ മുപ്പാട് ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തു കഴിഞ്ഞത് എന്തായി? ഫാൾസ് ചെക്ക് ആയി. ഇവിടെ അല്ല കൊടുക്കണ്ട, അപ്പുറത്തെ സൈഡിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫാൾസ് ചെക്ക് കൊടുത്തു. അപ്പം ഇത് നമുക്കിപ്പോൾ ട്രൂ ആയിട്ട് വരും. കണ്ടില്ല, ട്രൂ ആയിട്ട് വരുന്നു. ഇപ്പം നേരെ മറിച്ച് ഇതിപ്പോൾ ഒരു ഇൻറ്റീജർ ആണെന്ന് വിചാരിക്കുക. ഇൻറ്റീജർ നമ്പർ ഇപ്പോൾ ഒരു 10 ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നോക്കിയോളാം, കണ്ടില്ലേ? ഫോൾസ് ആയിട്ട് വരും. കണ്ട, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്ററിൽ നമുക്കൊരു ഓപ്പറേറ്റർ കൂടി ഉണ്ട്, ആസ് എന്ന് പറയും, ടൈപ്പ് കേസ് എന്ന് പറയും. ടൈപ്പ് കേസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, അതൊരു സേഫ് കാസ്റ്റ് യൂസിങ്, ഒരു സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്യണം, നൾ സേഫ്റ്റി നമുക്ക് യൂസ് ചെയ്യണതാണ്. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ നേരത്തെ പ്രോഗ്രാം തന്നെ എടുക്കാം ഉദാഹരണത്തിന്.
അപ്പോൾ നമുക്ക് ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, ഇഫിൻ്റെ സിനാരിയോ തന്നെ കൊടുക്കാം. സോ ഇത് നമ്മളിപ്പോൾ കൊടുത്തു. ഇപ്പം ഇൻ കേസ് ഇപ്പം നമുക്ക് നെയിം ഇതാക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിത് കൊടുത്തു നോക്കി നോക്കാം. അതായത് ഇത് ഒന്ന് അപ്പർ കേസ് ആക്കി കൊടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? അപ്പോൾ സ്ട്രിങ് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ നെയിം അല്ല, നെയിം അതായത് ഇതൊരു നെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വാല്യൂ ആസ് സ്ട്രിങ്, അതായത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങനെയും കൊടുക്കാം. ആസ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോഡിൽ നമുക്കത് യൂസ് കേസ് ആവില്ല. അതായത് നമ്മൾ നൾ ചെക്ക് ചെയ്തിട്ടേ ചിലപ്പോൾ ഇത് സ്ട്രിങ് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നൊരു സിനാരിയോ ആണ് ആസ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളിവിടെ കൊടുത്തേക്കുന്ന സ്ട്രിങ് അല്ല, നമുക്കിതിപ്പോൾ ഒരു സ്ട്രിങ് വാല്യൂ പാസ് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം നമുക്ക് ഇതൊരു ഇതാണ്, അത് ഞാൻ പറഞ്ഞില്ല, നൾ സേഫ്റ്റി അറിയാണ്ട് നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതേ ഓപ്പറേറ്റർ തന്നെയാണ്, പക്ഷെ നമുക്കിവിടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വേരിയബിൾ നൾ വാല്യൂ ഒക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞ് ഇവിടെ നമുക്ക് എറർ അടിക്കും. അപ്പോൾ ആ ഒരു എറർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നൾ സേഫ്റ്റിയുടെ സമയത്ത് ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഈ ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ കൂടെയുള്ളത് തന്നെയാണ് ഈ ആസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ടൈപ്പ് ടെസ്റ്റ് ഓപ്പറേറ്റേഴ്സിൽ ഇത് രണ്ടെണ്ണേ ഉള്ളൂ, ഈസും അതുപോലെ ഈസിൻ്റെ ഇൻവേഴ്സും. അതായത് ഫാൾസ് ഒബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന ടൈപ്പ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.